ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ്. അങ്ങനെ നടന്നു, സസ്പെൻഷൻ കിട്ടി. അതിനെക്കുറിച്ചുള്ള ഞാൻ പറയാം. എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് റീസൺ ഉണ്ട്, പിന്നെ സസ്പെൻഷനെ പറ്റി പറയാനുണ്ട്. ആദ്യം തന്നെ ഞാൻ റീസൺ പറയാം. റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാൻ മതി, സ്കൂളിൽ പോയവർക്കും സ്കൂളിൽ പോയി കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുറേ 1.5 മണിക്കൂർ നമുക്ക് ഇതുണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, ലഞ്ച് ബ്രേക്ക് ആയിട്ട് 1.5 മണിക്കൂർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളി പോകാനൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ സ്കൂളിൽ പോയപ്പോൾ തന്നെ രാവിലത്തെ പീരീഡ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ആദ്യത്തെ പീരീഡ്. അതിന് പകരം കെമിസ്ട്രി വന്നു. പിന്നെ രണ്ടാമത്തെ പീരീഡും കെമിസ്ട്രി തന്നെ വന്നു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്ന് സാർമാരും വന്നില്ല, സാർമാരും ടീച്ചർമാരൊക്കെ എന്തോ ട്രെയിനിങ്ങിന് എന്തോ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആരും വന്നില്ല എന്ന് പറഞ്ഞു. സാർമാരും ടീച്ചർമാരൊന്നും വന്നില്ല, ആകെ കുറച്ച് ടീച്ചർമാരൊക്കെ വന്നിട്ടുള്ളായിരുന്നു വെള്ളിയാഴ്ച. അങ്ങനെ വന്നപ്പോൾ തന്നെ രണ്ടാം പീരീഡ് ആയപ്പോൾ തന്നെ ഫുള്ള് കെമിസ്ട്രി ആയിട്ട് എല്ലാവർക്കും ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഓൻ തീരുമാനിച്ചു നമുക്കൊന്ന് ഉച്ചയ്ക്കൊന്ന് പുറത്ത് പോയാലോ, ചാടിയാലോ എന്ന്. എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചാടണം എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എന്താ അറിയില്ല, ഒരു വൈബാണ് സ്കൂളിൽ നിന്ന് ചാടുന്നത്. 10ാം ക്ലാസ്സൊക്കെ ഞാൻ ചാടിയിരുന്നു. പിന്നെ കലോത്സവത്തിൻ്റെ അന്നൊക്കെ അല്ലാതെ ഞാൻ അങ്ങനെ ചാടിയിട്ടൊന്നുമില്ല, സാറോട് വരാതിരുന്നു. പിന്നെ സാർമാരൊക്കെ വന്നില്ലായിരുന്നപ്പോൾ നമുക്കൊരു ഇതായി. ചാടുക തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും, മുങ്ങ് അങ്ങനെ ഗേറ്റ് ചാടാന്നൊക്കെ നമ്മൾ പറയില്ല. ഗേറ്റ് ചാടുന്നല്ല, നടന്നു പോയി തന്നെയാണ്. പക്ഷേ ഉച്ചയ്ക്ക് കട്ടായി, ക്ലാസ് കട്ടായി, അതന്നെ. അങ്ങനെ നമ്മൾ വിചാരിച്ചു. അങ്ങനെ ഉച്ചയായി. ഉച്ച എന്ന് പറഞ്ഞാൽ 3ാം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കാണ്. ഏകദേശം 12:15 വിട്ടു. പിന്നെ 1:45 ക്ലാസ് തുടങ്ങുക. നമുക്ക് പ്ലസ് വണ്ണാർക്ക് പ്ലസ് 2കാർക്കും. ഞാൻ ഇപ്പോൾ പ്ലസ് 1. ബാക്കിയുള്ളവർക്കൊക്കെ സാധാരണ 2 മണിക്ക് ഇട്ടാണ്, എന്താ അറിഞ്ഞൂടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറയണ്ടായിരുന്നു. ഓന് പേടിയാണ്, എന്താ ചെയ്യുക, എല്ലാവർക്കും പേടിയാണ്. ഞാൻ പിന്നെ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ യൂട്യൂബിൽ ഇടുന്നത്. കാരണം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ചെറിയ സീൻ കിട്ടിയിരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആണെങ്കിൽ യെസ് എന്ന് ഇടാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ 5ൻ്റെ മേലേക്ക് ആൾക്കാരിട്ടാൽ ഇടാന്ന് പറഞ്ഞിരുന്നു. 5ന് മേലേക്കൊന്നുമില്ല, ഏകദേശം 7-8 ആൾക്കാർ കിട്ടു. 5ന് മേലേക്ക് തന്നെ 8 ആൾക്കാർ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് എന്താണ് സീൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ബാഗൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മളെ ക്ലാസ്സിൽ നിന്ന് വേറെ ഒരു 3-4 കുട്ടികളും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഓല കൂടെ നമ്മളോട് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടേക്ക് പോയി. ഒരു മന്തിൻ്റെ കട ഉണ്ട്, കുഴിമന്തിൻ്റെ. അവിടെ കുറച്ച് ദൂരെയാണ്, വാഴക്കാട് നിന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. എടവണ്ണപ്പാറന്ന് പോലെ കുറച്ച് ആൾക്കാർക്ക് അറിയാൻ മതി. അവിടേക്ക് പോയി. അവിടുന്ന് മന്തി 560 തന്നെ ഉണ്ട്. അൺലിമിറ്റഡ് അല്ല, പിന്നെ അങ്ങനെ എന്ത് മന്തി തിന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും 12:15 വീട്ടിലെത്തുമ്പോഴത്തേനും 2 മണിക്ക് ആവാനായി. 2 മണിയായിട്ട് അന്ന് അമ്മയ്ക്ക് ലീവായിരുന്നു, ശനി ഞായർ ലീവാണ്. വെള്ളി അന്ന് ലീവ് എടുത്തിരുന്നു. എൻ്റെ അനിയത്തിൻ്റെ പിറന്നാളായിട്ട് ചെറുതായിട്ട് ലീവ് എടുത്തിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ സാറ് വിളിച്ചു വീട്ടിലേക്ക്. അങ്ങനെ ചെറിയ സീൻ കിട്ടി. ഞാൻ പിന്നെ അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ചു, ഓനെ വിളിച്ച് എന്നിട്ട് സാറ് വിളിച്ചിട്ട് അങ്ങനെ ചൂടായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ പറഞ്ഞ് HM ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറ് വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. അത് അമ്മ എന്നോട് പറഞ്ഞ്. അങ്ങനെയാണ് സീൻ ഉണ്ടായത്. അതാണ് റീസൺ. തെറ്റെൻ്റെ ഭാഗത്താണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചാടാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർക്ക് പോയപ്പോൾ ഞാനും പോയിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. ഇപ്പം ഇത് മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ് എനിക്ക്. പ്ലസ് 2 എന്തെങ്കിലും ഒരു ഓർമ്മ വേണ്ടേ, അതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിപ്പോൾ മറക്കാൻ കഴിയാത്ത ഓർമ്മയാണ്. അങ്ങനെ സസ്പെൻഷൻ കിട്ടി. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 2 ദിവസമാണ് ലീവ് വന്ന്. വെള്ളി ശനി ഞായർ ലീവാണ്. പിന്നെ തിങ്കൾ ചൊവ്വ വരണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ HM പറഞ്ഞ് ഇനി സാറ് വരുന്ന ദിവസം, നമ്മളെ ക്ലാസ് സാറ് വരുന്ന ദിവസം സ്കൂളിലേക്ക് വന്നാൽ മതി. അപ്പോൾ സാറ് നമ്മളെ വിളിച്ചറിഞ്ഞു. അപ്പോൾ ഇനി ബുധനാഴ്ച സ്കൂളിലേക്ക് പോകാനിരുന്നു. അതാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്ക് ലീവ് കിട്ടി. സസ്പെൻഷനാണ്. തെറ്റിൻ്റെ ഭാഗത്താണ്. ഞാനും അവനും കൂടി തീരുമാനിച്ചാണ് ചാടാൻ. അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി വന്നു. പിന്നെ വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാരൊന്നും സാർമാരാരില്ല. അപ്പം നമ്മളെന്ത് ചെയ്യാനാ, നമ്മൾ വെറുതെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. വീട്ടിലേക്ക് വരികയാണെങ്കിൽ വലിയ പഠിക്കാനൊന്നും കഴിയില്ല, എന്നാലും വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പോന്നു. പിന്നെ സാർമാരോട് ചോദിക്കാനാണ്, സാർമാരോട് വന്നില്ല. പിന്നെ ആരോട് ചോദിക്കാനാണ്, അതും അറിഞ്ഞൂടാ. അങ്ങനെ ചാടിയതാണ്. ഇപ്പോൾ ചെറിയൊരു സീനായിന്. 2 ദിവസം സസ്പെൻഷൻ കിട്ടി. ഇനി സ്കൂളിൽ പോയിരിക്കും, അറിയില്ല. എന്തായാലും സ്കൂളിലെത്തിയിട്ട് അറിയാം, ബുധനാഴ്ച സ്കൂളിലെത്തും. സീനാണ്, എനിക്ക് അറിഞ്ഞൂടാ എന്താവുന്നൊന്നും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ നല്ല പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിലേക്ക് എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. 3K ആണ്, റോഡ് ടു 3K. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ശുഭദിനം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എനിക്ക് അത്ര നല്ല ശുഭദിനമല്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ.